നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് സ്കന്ദപുരാണത്തിലെ സംഭവകാണ്ഡത്തിൽ വിവരിക്കുന്ന പാർവതീ ജനനം എന്ന മഹത്തായ അധ്യായത്തെക്കുറിച്ചാണ്. അതെ, വളരെ ഗാംഭീര്യമുള്ള ഒപ്പം ഒരുപാട് ദാർശനിക തലങ്ങളുള്ള ഒരു വിഷയമാണത്. തീർച്ചയായും. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് സാക്ഷാൽ കൈലാസത്തിൽ നിന്നാണ്, അല്ലേ? നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. യാതൊരു ഇളക്കവുമില്ലാത്ത തികച്ചും ശാന്തമായൊരിടം. പുറത്ത് എത്ര വലിയ പ്രളയം വന്നാലും ഒട്ടും കുലുങ്ങാത്ത ആ മഞ്ഞുമല. അതെ അതെ, ആ മഞ്ഞുമലയുടെ മധ്യത്തിൽ കനകമണികൾ കൊണ്ട് അലങ്കൃതമായ ഒരു സുവർണ ക്ഷേത്രം വിളങ്ങി നിൽക്കുന്നു. അതിനുള്ളിലെ മണിമണ്ഡപത്തിൽ നവരത്നഖചിതമായ ഒരു ദിവ്യാസനം. അവിടെയാണ് സാക്ഷാൽ കൈലാസപതിയും ലോകനായികയായ ശങ്കരിയും ഇരിക്കുന്നത്. ശരിയാണ്. തൃക്കണ്ണുകളും 4 കൈകളുമായി സുവർണ ദണ്ഡേന്തി സാക്ഷാൽ നന്ദികേശ്വരൻ അവിടെ കാവലുണ്ട്. ദേവന്മാരും ഗന്ധർവന്മാരും മുനിശ്രേഷ്ഠന്മാരും മഹാദേവനെ വാഴ്ത്തി സ്തുതിക്കുന്ന ആ ഒരു അന്തരീക്ഷം. ആ മനോഹരമായ കൈലാസവർണ്ണനയിൽ നിന്നാണ് സ്കന്ദപുരാണം ഈ ഭാഗം ആരംഭിക്കുന്നത്. പക്ഷേ നമ്മളിന്ന് കേവലം ഒരു പുരാണകഥ വായിച്ചു പോകാനല്ല ശ്രമിക്കുന്നത്. തികച്ചും ശാന്തമായ ആ അന്തരീക്ഷത്തിലേക്ക് ഒരു വലിയ കല്ല് വന്നു വീഴുമ്പോഴുണ്ടാകുന്ന പ്രകമ്പനങ്ങളില്ലേ? തീർച്ചയായും, അവിടുന്നാണ് കഥ മാറുന്നത്. അതെ, അവിടെയാണ് ഭക്തിയുടെയും ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും വളരെ ആഴത്തിലുള്ള ചില ദാർശനിക സത്യങ്ങൾ നാം കണ്ടെത്താൻ പോകുന്നത്. ശരിക്കും ആ ഒരു പ്രകമ്പനത്തിൽ നിന്നാണ് ഈ അധ്യായം തന്നെ അർത്ഥവത്താകുന്നത്. കൈലാസത്തിലെ ആ ശാന്തതയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു സംഭവമുണ്ട്. അതെന്തായിരുന്നു? അതായത്, സാധാരണയായി പ്രഭാതവേളയിലോ പ്രദോഷ സമയത്തോ ആണല്ലോ ദേവി ശിവനെ നമസ്കരിക്കാറുള്ളത്. എന്നാൽ ആർക്കും ഒന്നും മനസ്സിലാകാത്തൊരു സമയത്ത് ലോകജനനിയായ ദാക്ഷായണി പെട്ടെന്ന് ശിവന്റെ കാൽക്കൽ വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നു. ഓഹോ, പതിവില്ലാത്ത സമയത്ത്. അതെ, അവിടെയുള്ള നാരദമുനിക്കും ദേവന്മാർക്കും മാത്രമല്ല, സാക്ഷാൽ ശിവന് പോലും അത്ഭുതം തോന്നുന്നൊരു നിമിഷമാണത്. ശിവൻ അതിന് കാരണവും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് ദാക്ഷായണി നൽകുന്ന മറുപടി വളരെ വൈകാരികമാണല്ലേ? അതോടൊപ്പം തന്നെ മനുഷ്യന്റെ മനഃശാസ്ത്രവുമായി വളരെ അടുത്തു നിൽക്കുന്ന ഒന്നുമാണത്. തീർച്ചയായും. തന്നെയും തന്റെ ഭർത്താവായ ശിവനെയും അപമാനിച്ച ദക്ഷന്റെ മകൾ എന്ന പേരെനിക്ക് വേണ്ട എന്ന് ദേവി പറയുന്നു. ആ ദക്ഷനാൽ വളർത്തപ്പെട്ട ഈ ശരീരവും ആ ഒരു ഭൂതകാലവും പൂർണ്ണമായും ഉപേക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് ദാക്ഷായണി പറയുന്നത്. അപ്പോൾ ശിവൻ അതിന് പൂർണ്ണമായ അനുമതി നൽകുന്നു. തുടർന്ന് ഹിമവാന്റെ മകളായി ജനിച്ച് 5-ാം വയസ്സിൽ തപസ്സനുഷ്ഠിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഇവനെ എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയൊരു വരി ആ പുരാണത്തിലുണ്ട്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശിവന്റെ അനുഗ്രഹം ലഭിച്ച ഉടൻ തന്നെ ദാക്ഷായണിയുടെ ശരീരം കനൽ വീണ കർപ്പൂരം പോലെ ജ്വലിച്ച് വായുവിൽ ലയിക്കുന്നു. വിറക് കത്തുമ്പോ പോലെ ഒരു ചാരവും അവിടെ ബാക്കിയാകുന്നില്ല. അവിടെയാണ് ആ വരികളുടെ സൂക്ഷ്മത നാം ശ്രദ്ധിക്കേണ്ടത്. ആ കനൽ വീണ കർപ്പൂരം പോലെ എന്നത് വെറുമൊരു ഉപമയല്ല. അല്ലേ? അല്ല, യാതൊരു അവശിഷ്ടവും ഒരു തരി ഭസ്മം പോലും ബാക്കി വെക്കാതെ പൂർണ്ണമായും വിലയം പ്രാപിക്കുക എന്നതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത്. സ്കന്ദപുരാണം പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ജരാനരയും മരണവുമുള്ള ഒരു ഭൗതിക ശരീരമായിരുന്നില്ല ശ്രീശങ്കരിയുടേത്. ആ ഭൗതിക ശരീരമല്ലാത്തതുകൊണ്ടാണ് എനിക്കിവിടെ ഒരു വലിയ ചോദ്യം ചോദിക്കാനുള്ളത്. ചോദിക്കൂ. സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട് ദേവിയുടെ ശരീരം രക്തമോ മാംസമോ എല്ലുകളോ കൊണ്ടുള്ള നശ്വരമായ ഒന്നല്ല എന്ന്. മറിച്ചത് പൂർണ്ണമായും ജ്ഞാനം കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണല്ലോ ദേവിക്ക് ജ്ഞാനാംബിക എന്ന പേര് തന്നെയുള്ളത്. ശരിയാണ്. ഇതൊന്ന് ലളിതമായി ആലോചിച്ചു നോക്കൂ. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ നശിച്ചാലും അതിലെ സോഫ്റ്റ്വെയറിലെ ഡാറ്റ നമുക്ക് നിലനിർത്താമല്ലോ. അതുപോലെ ശരീരം വെറും ജ്ഞാനമാണെങ്കിൽ, കേവലം ഒരു അറിവിന്റെ സ്വരൂപം മാത്രമാണെങ്കിൽ, പിന്നെ എന്തിനാണ് അതിന് പൂർണ്ണമായി ഇല്ലാതാക്കുന്നത്? ജ്ഞാനത്തിന് എന്ത് ദക്ഷൻ, എന്ത് അപമാനം? അതാണ് ഇതിലെ ഏറ്റവും വലിയ ദാർശനിക തലം. താങ്കൾ പറഞ്ഞതുപോലെ ജ്ഞാനത്തിന് അപമാനമില്ല എന്നത് ശരിയാണ്. എന്നാൽ ആ ജ്ഞാനം ലോകത്തിനു മുന്നിൽ ഏത് രൂപത്തിലാണ്, ഏത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നത് വളരെ പ്രധാനമാണ്. അതായത് ആ പേരിന്റെ പ്രശ്നം. അതെ, വരും തലമുറകൾക്ക് ദാക്ഷായണി എന്ന പേര് ഒരു ദുഷ്കീർത്തിയായി അല്ലെങ്കിൽ ഒരു നെഗറ്റീവായ ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലനിൽക്കരുത് എന്ന് ശിവന് നിർബന്ധമുണ്ടായിരുന്നു.
നെഗറ്റീവായ ഒരു ഭൂതകാലത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചെറിയൊരു അംശം പോലും നാം ബാക്കി വെക്കാൻ പാടില്ല. കർപ്പൂരം എരിയുന്നത് പോലെ പൂർണ്ണമായും മാഞ്ഞു പോകണം. കൃത്യം. എങ്കിൽ മാത്രമേ പുതിയൊരു ലക്ഷ്യത്തിലേക്ക്, അതായത് ലോകകല്യാണം എന്ന മഹത്തായ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ. പഴയതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചേ മതിയാകൂ എന്ന പ്രപഞ്ച സത്യമാണ് ആ അഗ്നിപ്രവേശനത്തിലൂടെ കാണിച്ചു തരുന്നത്. അപ്പൊ പഴയ ആവരണവും ആ പേരുമായി ബന്ധപ്പെട്ട മുഴുവൻ നെഗറ്റിവിറ്റിയും അങ്ങനെ പൂർണ്ണമായും ഇല്ലാതായി അല്ലേ? ഇനി പുതിയൊരു ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ അതിന് പാകമായ മറ്റൊരു ഭാവം, മറ്റൊരിടം കണ്ടെത്തേണ്ടതുണ്ട്. തീർച്ചയായും. ഇടം അന്വേഷിച്ചാണ് നാം ഭൂമിയുടെ മാനദണ്ഡമെന്ന പോലെ ആകാശം തൊട്ടു നിൽക്കുന്ന സാക്ഷാൽ ഹിമവത് പർവ്വതത്തിലേക്ക് എത്തുന്നത്. പഴയതുപേക്ഷിച്ച ദേവി പുതിയ രൂപത്തിൽ എവിടെ അവതരിക്കുന്നോ എന്നതിന്റെ വളരെ മനോഹരമായ വർണ്ണനയാണല്ലോ പത്മതീർത്ഥക്കരയിലെ ആ സംഭവം. അതെ, ഹിമാലയത്തിലെ ആ തെളിനീർ നിറഞ്ഞ പത്മതീർത്ഥക്കരയിൽ പർവ്വതരാജാവായ ഹിമവാൻ കഠിനമായ തപസ്സനുഷ്ഠിക്കുകയായിരുന്നു. പരാശക്തി തനിക്ക് പുത്രിയായി ജനിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടെയുള്ള തപസ്. അങ്ങനെയിരിക്കെ സന്ധ്യാവന്ദന സമയത്ത് പത്മതീർത്ഥക്കരയിലെത്തിയ ഹിമവാൻ ആരെയും അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ച കാണുന്നു. തടാകമധ്യത്തിൽ 1008 ഇതളുകൾ വിരിഞ്ഞു നിൽക്കുന്ന അതിവിശാലമായ ഒരു താമരപ്പൂവ്. ഓഹോ! ആകാശത്തിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് ആ പൂവ് കാണപ്പെട്ടത്. അതിനുള്ളിലിതാ അതിസുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ലോകമാതാവായ ഉമാദേവി ഒരു ഗർഭസ്ഥ ശിശുവായി ജനിക്കാതെ നേരിട്ട് ആ താമരപ്പൂവിൽ അവതരിച്ചു എന്നാണ് സ്രോതസ്സുകൾ പറയുന്നതല്ലേ? അതെ അതെ. അതിന് കാരണം വളരെ ലളിതമാണ്. അഖിലാണ്ടകോടി ബ്രഹ്മാണ്ട നായികയെ ഒരു ഗർഭപാത്രത്തിൽ വഹിക്കാൻ മാത്രം ശേഷിയുള്ള ആരും ഈ പ്രപഞ്ചത്തിലില്ല. ശരിയാണ്. സ്വർണഖനി കിട്ടിയ ഒരാളെപ്പോലെയും ജന്മനാ അന്ധനായ ഒരാൾക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടിയതുപോലെയും ഹിമവാൻ അതിയായ സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കൈകളിലെടുക്കുന്നു. മേനാദേവിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുകയും ആ കുഞ്ഞിന് പാർവതി എന്ന് നാമകരണം ചെയ്യുകയും ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്കിതിൽ ഏറ്റവും അത്ഭുതം തോന്നിയത് എന്താണെന്നോ? എന്താണ്? സർവചരാചരങ്ങളെയും പോറ്റുന്ന, പ്രപഞ്ചത്തെ മുഴുവൻ ഉള്ളിലൊതുക്കുന്ന സാക്ഷാൽ ലോകമാതാവിനെ ഒരു സാധാരണ മനുഷ്യനായ ഹിമവാൻ എടുത്തു വളർത്തുന്നു. ഇത് അക്ഷരാർത്ഥത്തിൽ മഹാസമുദ്രത്തെ ഒരു ചെറിയ ചായക്കപ്പിലൊതുക്കാൻ ശ്രമിക്കുന്നത് പോലെയല്ലേ? എങ്ങനെയാണ് ആ അനന്തമായ, അളക്കാൻ കഴിയാത്ത ശക്തി ഒരു ചെറിയ കുഞ്ഞായി ഒതുങ്ങുന്നത്? വളരെ മനോഹരമായ ചോദ്യമാണത്. അവിടെയാണ് നാം ഭക്തിയുടെ ഏറ്റവും വലിയ, ഏറ്റവും മനോഹരമായ രഹസ്യം മനസ്സിലാക്കേണ്ടത്. താങ്കൾ പറഞ്ഞ ആ മഹാസമുദ്രവും ചായക്കപ്പും തമ്മിലുള്ള ഉപമയുണ്ടല്ലോ. ഭക്തിയുടെ കാര്യത്തിൽ ആ സമുദ്രം സ്വയം സ്നേഹം കൊണ്ട് ഒരു തുള്ളിയായി മാറാൻ ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും? അതെ. ഭക്തന്റെ മുന്നിൽ ഈശ്വരന് രൂപമോ ഭാവമോ ഒരു പ്രശ്നമല്ല. ഒരു യഥാർത്ഥ ഭക്തന് ദൈവം തന്റെ മകളാകാം, അമ്മയാകാം, ഇനി അതെല്ലാം ഒരു പരിചാരിക പോലുമാകാം. ഹിമവാന്റെ തപസ്സിന്റെ, അദ്ദേഹത്തിന്റെ ഭക്തിയുടെ ആഴം അത്രത്തോളം വലുതായതുകൊണ്ടാണ് പ്രപഞ്ചനാഥ യാതൊരു മടിയുമില്ലാതെ ഒരു കൊച്ചുകുഞ്ഞായി അവരുടെ മുന്നിൽ വളരാൻ തയ്യാറായത്. അപ്പോ ഈശ്വരൻ തന്റെ ഭക്തന്റെ സ്നേഹത്തിനു മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങുന്നു. തീർച്ചയായും. ആ സമ്പൂർണമായ കീഴടങ്ങലിന് മുന്നിൽ സ്വയം എത്രത്തോളം ചെറുതാകാൻ തയ്യാറാകുമെന്നതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് പത്മതീർത്ഥക്കരയിലെ പെൺകുഞ്ഞ്. ഭക്തിയുടെ ആഴം ഈശ്വരനെ പോലും ഒരു സാധാരണ കുഞ്ഞാക്കി മാറ്റുന്നു എന്നത് വളരെ പ്രതീക്ഷ നൽകുന്നൊരു ചിന്തയാണ്. അങ്ങനെ പ്രപഞ്ചം ഭരിക്കുന്ന പരാശക്തി ഒരു സാധാരണ പെൺകുഞ്ഞായി, പാർവതിയായി മാറുമ്പോൾ അവിടെ നടക്കുന്ന ലീലകൾ വളരെ രസകരമായാണ് പുരാണത്തിൽ വർണ്ണിച്ചിരിക്കുന്നതല്ലേ? അതെ, വളരെ മനോഹരമായ വർണ്ണനകളാണ് അവിടെയുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മുടെ വീട്ടിലെ കുട്ടികൾ പ്ലാസ്റ്റിക് കളിപ്പാട്ടങ്ങൾ വെച്ച് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുന്നത് നമ്മൾ കാണാറില്ലേ? ഏതാണ്ട് അതുപോലെ തന്നെയുള്ളൊരു കാഴ്ചയാണ് പാർവതിയുടെ ബാല്യത്തിലും കാണുന്നത്. പക്ഷേ ഇവിടെ കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് അല്ല, മറിച്ച് യഥാർത്ഥ മുത്തുകളും നവരത്നങ്ങളുമാണ്. മായാവൈഭവ ശക്തിയുള്ള ദേവി 3 വലിയ രത്നക്കല്ലുകൾ കൊണ്ടുപോയി അടുപ്പ് കൂട്ടുന്നു. മുത്തുച്ചിപ്പികളെ പാത്രങ്ങളാക്കുന്നു. വിലമതിക്കാനാവാത്ത മുത്തുകളെ അരിയായും നവരത്നങ്ങളെയും വൈഡൂര്യത്തെയും പച്ചക്കറികളായും സങ്കല്പിച്ച് കഞ്ഞിയും കറിയും വെച്ച് കളിക്കുകയാണ്. ആഹാ, എന്തൊരു രസകരമായ കാഴ്ചയാണത്! അതെ, പാവകളെ പനിനീരിൽ കുളിപ്പിക്കുന്നു, അവയ്ക്ക് പൊട്ടുകുത്തിക്കുകയും താരാട്ടുപാടി ഉറക്കുകയും ചെയ്യുന്നു. ലോകമാതാവാണ് ആ ഹിമാലയൻ താഴ്വരയിൽ ഒരു സാധാരണ പെൺകുഞ്ഞായി ഇങ്ങനെ കളിച്ചു വളരുന്നത്.
ഈ കളിചിരികൾക്കിടയിൽ സ്വാഭാവികമായും എനിക്കൊരു സംശയം വരുന്നുണ്ട്. ഇത്രയും വലിയ ശക്തിയുള്ള ലോകത്തിന്റെ സകല താളവും നിയന്ത്രിക്കുന്ന ദേവി ശരിക്കും താൻ ആരാണെന്ന് ഈ നിമിഷങ്ങളിൽ മറന്നുപോകുന്നുണ്ടോ? അതായത് ആ കഥാപാത്രത്തിൽ അത്രത്തോളം ലയിച്ചു ചേരുകയാണോ? പുരാണങ്ങൾ അതിനെ വിളിക്കുന്ന പേര് അവതാര രഹസ്യം എന്നാണ്. ഈശ്വരൻ ഒരു അവതാരമെടുത്ത് മനുഷ്യരൂപം പ്രാപിക്കുമ്പോൾ അവർ പൂർണ്ണമായും ആ മനുഷ്യന്റെ എല്ലാ പരിമിതികളിലൂടെയും വികാരങ്ങളിലൂടെയും കടന്നുപോകണം. ഓ, അങ്ങനെ കടന്നുപോയാൽ മാത്രമേ അവതാരത്തിന് പൂർണ്ണത ലഭിക്കൂ അല്ലേ? കൃത്യം. അതുകൊണ്ട് തങ്ങളുടെ അവതാര മഹിമകൾ അവർ ആ സമയത്ത് മറക്കുന്നു എന്നതൊരു പരിധിവരെ സത്യമാണ്. കാരണം താൻ ഈശ്വരനാണെന്ന ബോധത്തോടെ എപ്പോഴും നിന്നാൽ മനുഷ്യ സഹജമായ ആ നിഷ്കളങ്കത അനുഭവിച്ചറിയാൻ കഴിയില്ല. അത് ശരിയാണ്. എന്നാൽ പൂർണ്ണമായും അവരത് മറക്കുന്നില്ല എന്നതാണ് സത്യം. ഒരു പ്രത്യേക ഘട്ടമെത്തുമ്പോൾ, അതായത് തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് ഓർത്തെടുക്കേണ്ട സമയം വരുമ്പോൾ, അവർ ആ ശക്തി തിരിച്ചുപിടിക്കും. അതുവരെയുള്ള സമയങ്ങളിൽ ആ മാനുഷികമായ ഭാവത്തിൽ തന്നെ അവർ പൂർണ്ണമായി നിലനിൽക്കും. മനുഷ്യനായി ജനിച്ചാൽ മനുഷ്യന്റെ എല്ലാ രീതികളും അംഗീകരിച്ചേ മതിയാകൂ എന്ന് സാരം. കളികളിലും ചിരികളിലുമായി കാലം വളരെ വേഗം കടന്നുപോയി. ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളായി മാറി. പാർവതീദേവിക്ക് 5 വയസ്സ് പൂർത്തിയാകുന്നു. ആ ഒരു സമയത്താണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. അതെ, അവതാര ലക്ഷ്യം ഓർത്തെടുക്കാനുള്ള ആ നിമിഷം വന്നെത്തുന്നത് അപ്പോഴാണ്. ശിവൻ ദാക്ഷായണിയോട് നേരത്തെ പറഞ്ഞിരുന്ന ആ നിബന്ധന ഓർമ്മയില്ലേ? 5 വയസ്സ് പൂർത്തിയാകുമ്പോൾ തപസ് ആരംഭിക്കണമെന്നത്. തീർച്ചയായും. ആ ഒരു ബോധം, സമാഗതമായിരിക്കുന്ന തന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ ആ 5 വയസ്സുകാരുടെ ഉള്ളിൽ ഉണരുകയാണ്. ഉടൻ തന്നെ ദേവി പർവ്വതരാജാവായ ഹിമവാനെ സമീപിച്ച് തന്റെ ആഗ്രഹം തുറന്നു പറയുന്നു. സാക്ഷാൽ ശിവനെ തന്റെ ഭർത്താവായി ലഭിക്കാൻ കഠിനമായ തപസ്സു ചെയ്യണമെന്ന് പാർവതി അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. 5 വയസ്സുകാരിയായ സ്വന്തം മകൾ കാട്ടിൽ പോയി തപസ് ചെയ്യാൻ പോകുകയാണെന്ന് കേൾക്കുമ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന ആ സ്വാഭാവികമായ ഭയവും ആശങ്കയും ഹിമവാനും മേനാദേവിക്കും ഉണ്ടാകുന്നുണ്ടല്ലേ? ഉണ്ടാകുമല്ലോ. ഈ പിഞ്ചുപ്രായത്തിൽ കാഠിന്യമേറിയ വ്രതങ്ങളും പട്ടിണിയും ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലുമൊന്നും ഒരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞ് അവരാ കുട്ടിയെ വിലക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നമ്മുടെ ചുറ്റുപാടും ചില കുട്ടികളെ കാണാറില്ലേ? വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയ പണ്ഡിതന്മാരെ പോലെയും മുതിർന്നവരെ പോലെയും അഗാധമായ അറിവോടെ സംസാരിക്കുന്ന കുട്ടികൾ. അവർ സംസാരിക്കുന്നത് കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ട് നിൽക്കാറുണ്ട്. അതെ അതെ. അതുപോലെ ഒരു മറുപടിയാണ് ആ 5 വയസ്സുകാരി തന്റെ അച്ഛനോട് പറയുന്നത്. അവിടെയാണ് ഈ കുട്ടി സാധാരണ കുട്ടിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. തികഞ്ഞ യുക്തിബോധത്തോടെയും വേദാന്തത്തിന്റെ ആഴത്തിലുള്ള അറിവോടെയുമാണ് പാർവതി അവരോട് സംസാരിക്കുന്നത്. ശരിയാണ്. തന്റെ അച്ഛൻ ഒരു പണ്ഡിത ശ്രേഷ്ഠനാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് പാർവതി പറയുന്ന ആ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ്. എന്റെ ഈ ശരീരവും ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന പ്രാണനും പരമശിവൻ നൽകിയ ദാനമാണ് എന്ന് ദേവി പറയുന്നു. അതിനാൽ ദേഹവും ദേഹിയും നൽകിയ പരാത്പരനെ ഓർത്ത് തപസ്സു ചെയ്യുമ്പോൾ ആ മഹാജ്യോതിസ് എന്നെ സംരക്ഷിച്ചുകൊള്ളും, അതിലാരും ഭയപ്പെടേണ്ടതില്ല. സ്വന്തം പ്രാണന്റെ ഉടമസ്ഥനാര് എന്ന ആ അറിവിനു മുന്നിൽ മറുപടി പറയാൻ കഴിയാതെ ഒടുവിൽ ആ മാതാപിതാക്കൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. വേറെ വഴിയില്ലല്ലോ. അതെ. അങ്ങനെ ഹിമവാൻ ഒരുക്കിക്കൊടുത്ത ആ പ്രത്യേക തപോമണ്ഡപത്തിൽ വെച്ച് ദേവി പഞ്ചാക്ഷര മന്ത്രമായ നമഃശിവായ ജപിച്ച് തന്റെ കഠിനമായ തപസ് ആരംഭിക്കുകയാണ്. ഇവിടെ നാം സൂക്ഷ്മമായി പരിശോധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കേൾക്കുമ്പോൾ തോന്നുക ശിവനെ ഭർത്താവായി ലഭിക്കുക എന്നത് മാത്രമായിരുന്നു ഈ കഠിനമായ തപസ്സിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്നാണ്. എന്നാൽ ഇത് കേവലം ഒരു വ്യക്തിപരമായ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടിയുള്ളതായിരുന്നു. പുറമെ അങ്ങനെ തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ അതിനേക്കാൾ വലിയൊരു ദാർശനിക തലമുണ്ടല്ലേ? തീർച്ചയായുമുണ്ട്. അവിടെയാണ് നാം ജ്ഞാനികളുടെ പ്രവർത്തികളുടെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കേണ്ടത്. അറിവുള്ളവർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതവരുടെ സ്വാർത്ഥതയ്ക്കോ വ്യക്തിപരമായ നേട്ടങ്ങൾക്കോ വേണ്ടി മാത്രമായിരിക്കില്ല, മറിച്ച് വലിയൊരു ലോക നന്മ അതിലടങ്ങിയിട്ടുണ്ടാകും. ഓ, അതായത് ലോക കല്യാണം. അതെ. ഒറ്റ നോട്ടത്തിൽ പാർവതിയുടെ ഈ തപസ് ശിവനെ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു സാധാരണ പെൺകുട്ടിയുടെ ആഗ്രഹമായി മാത്രം തോന്നാം. എന്നാൽ അതിന്റെ അന്തിമ ലക്ഷ്യം അതായിരുന്നില്ല. ദുഷ്ടനിഗ്രഹത്തിനും ശിഷ്ടരക്ഷയ്ക്കുമായി ഈ പ്രപഞ്ചത്തിന്റെ താളം നിലനിർത്താൻ കുമാരസംഭവം അഥവാ സുബ്രഹ്മണ്യന്റെ ജനനം സാധ്യമാക്കേണ്ടതുണ്ട്. മനസ്സിലായി. ആ വലിയ ലോക കല്യാണമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ പടിയായിരുന്നു ഈ തപസ്. അതാണിതിലെ ഏറ്റവും മഹത്തായ സത്യം.
ലോകകല്യാണം എന്ന ആശയത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ യാത്രയുടെ പൂർണ്ണത നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കൂ ശ്രോതാക്കളെ. യാതൊരു ഇളക്കവുമില്ലാത്ത കൈലാസത്തിലെ സുവർണക്ഷേത്രത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് ദാക്ഷായണിയുടെ ആത്മത്യാഗത്തിലൂടെ, സ്വന്തം ഭൂതകാലത്തെ അഗ്നിക്കിരയാക്കിയതിലൂടെ നാം കടന്നുപോയി. അതെ, ആ കനൽ വീണ കർപ്പൂരം പോലെ. കൃത്യം. പിന്നീട് ഹിമാലയത്തിലെ പത്മതീർത്ഥക്കരയിൽ ഒരു ദിവ്യശിശുവായി അവതരിച്ച് ഒടുവിൽ 5-ാം വയസ്സിൽ പഞ്ചാക്ഷരമന്ത്രം ജപിച്ച് ലോക നന്മയ്ക്കായി തപസ്സനുഷ്ഠിക്കുന്ന പാർവതി വരെയുള്ള ആ മാറ്റം കേവലം ഒരു ജനനവും മരണവുമല്ല, മറിച്ച് പഴയതെല്ലാം പൂർണ്ണമായി ഉപേക്ഷിച്ച് കൂടുതൽ വലിയൊരു ലക്ഷ്യത്തിലേക്ക് ധീരമായി സഞ്ചരിക്കുന്നതിന്റെ പ്രതീകമാണ്. തീർച്ചയായും. ലോകമാതാവ് ഒരു സാധാരണ പെൺകുഞ്ഞായി വളരുന്നതും ആ ഭക്തിയുടെ മുന്നിൽ അനന്തമായ ഈശ്വര ചൈതന്യം സ്വയം കീഴടങ്ങുന്നതും നമ്മെ പഠിപ്പിക്കുന്നത് നിരുപാധികമായ സ്നേഹത്തിന്റെ ശക്തിയാണ്. അതുപോലെ തന്നെ ഒടുവിൽ സ്വന്തം സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് ലോകനന്മയ്ക്കായി തപസ്സനുഷ്ഠിക്കാൻ ആ 5 വയസ്സുകാരി തയ്യാറാകുന്നതും നമുക്ക് നൽകുന്ന സന്ദേശം ചെറുതല്ല. അറിവുള്ളവരുടെ ഓരോ പ്രവൃത്തികൾക്കും പുറമേ കാണുന്നതിനേക്കാൾ അപ്പുറം എപ്പോഴും ഒരു ദീർഘവീക്ഷണമുണ്ടാകും എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു ആശയത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ അന്വേഷണം അവസാനിപ്പിക്കുന്നതിനു മുൻപായി നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു ചോദ്യം ഞാൻ ബാക്കി വയ്ക്കുകയാണ്. സ്രോതസ്സുകളിൽ വ്യക്തമാക്കുന്നതുപോലെ അറിവുള്ളവരുടെ പല പ്രവൃത്തികളും പുറമേ കാണുന്നവർക്ക് ചിലപ്പോൾ വളരെ സ്വാർത്ഥമായി തോന്നിയേക്കാം. പാർവതിയുടെ തപസ് പോലെ. അതെ, സ്വന്തം കാര്യത്തിനു വേണ്ടിയാണെന്ന് തോന്നാം. എന്നാൽ ആത്യന്തികമായി അത് വലിയൊരു ലോക നന്മയിൽ ലക്ഷ്യം വെച്ചുള്ളതായിരിക്കും. ഇത് നമ്മുടെ നിത്യജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നു നോക്കൂ. നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും, ചിലപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തന്നെ ആഴത്തിലുള്ള ചില തീരുമാനങ്ങളെ നാം പെട്ടെന്ന് തെറ്റിദ്ധരിക്കാറില്ലേ? സത്യമാണ്. അവർ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമ്മൾ അവരെ കുറ്റപ്പെടുത്താറില്ലേ? ഒരുപക്ഷെ അവയ്ക്ക് പിന്നിൽ ഉണ്ടാകാനിടയുള്ള നാം കാണാത്ത ആ കുമാരസംഭവം പോലുള്ള വലിയ ലക്ഷ്യങ്ങളെ നാം കാണാതെ പോവുകയാണോ? അവരുടെ ഉള്ളിലെ ആ വലിയ ലോക കല്യാണത്തെ നാം മനസ്സിലാക്കാൻ വൈകുന്നതാണോ? ഈ ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് നൽകിക്കൊണ്ട് ഇന്നത്തെ ഈ യാത്രയിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുകയാണ്. സ്കന്ദപുരാണത്തിലൂടെയുള്ള ഈ അറിവിന്റെ യാത്ര നിങ്ങളുടെ ചിന്തകൾക്ക് പുതിയ ചില ഉൾക്കാഴ്ചകൾ നൽകിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ പരമമായ ജ്ഞാനത്തിന്റെ പ്രകാശം എല്ലാവരിലും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം. ആ പ്രകാശം നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനങ്ങളെ സ്വാധീനിക്കട്ടെ. കൂടുതൽ അറിവുകളും പുതിയ അന്വേഷണങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. വിക്ടോക് വേദമൊഴിയിലെ ഈ ആത്മീയ ജ്ഞാനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു. സനാതനധർമ്മത്തെക്കുറിച്ചും പുരാണങ്ങളെക്കുറിച്ചും കേരളീയ വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുമുള്ള കൂടുതൽ ആധികാരികമായ ക്ലാസുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി താഴെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ. മറ്റൊരു ജ്ഞാനവിഷയവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.